ഹായ്, ഹൗ ആർ യു? അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാനിതുവരെ ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്ന് പ്രതികരിക്കണം തോന്നി. നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ന്യൂസ് ചാനലെല്ലാം ടമാർപ്പടേ എന്ന് പറഞ്ഞിട്ടാണ് ഓരോരോ യുദ്ധത്തെ പറ്റിയിട്ടുള്ള ന്യൂസസും കാര്യങ്ങളൊക്കെ അവർ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ അവർ വലിപ്പിച്ച് കാണിക്കുന്ന മീൻസ് കറക്റ്റാണോ, അവരിങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്ന പെരുപ്പിച്ച് കാണിക്കുന്ന അത്രയും പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. ആക്ച്വലി വി ആർ ഓൾ സേഫ്. ഇവിടുത്തെ ഗവൺമെൻറ് നമ്മളെ അത്രത്തോളം പൊന്നു പോലെയാണ് നോക്കുന്നത്. എക്സ്ട്രാ മെഷേഴ്സ് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ എക്സ്ട്രാ എന്താ പറയുന്നത്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ഫ്രം ഹോം. പിന്നെ ഇപ്പോൾ അതൊക്കെ മാറി 30% അങ്ങനെയൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം കുട്ടികളെയൊക്കെ അവർ എന്താ കെയറിങ് എന്നറിയാമോ, അതുകൊണ്ട് തന്നെ അവർക്ക് ഓൺലൈനിൽ സേഫായിട്ട് ആക്ച്വലി പ്രോബ്ലം ഇല്ല. ഇപ്പോൾ ആസ് ഓഫ് നൗ ദെയർ ഈസ് നോ പ്രോബ്ലം. പക്ഷേ എന്നാലും പോലും കുട്ടികൾക്ക് അതുപോലെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അത്രയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഓൺലൈനിലുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് എംപ്ലോയീസിന് അത്രയും സപ്പോർട്ടിന് വേണ്ടിയിട്ട് സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള എന്താ പറയുക, അത്രയും പൊന്നു പോലെയാണ് ഞങ്ങൾ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്. അത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ ഈ പറയുന്നുണ്ടൊക്കെ ഇപ്പം ഒരുപാട് AI പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനേ ഇവിടെ ഇല്ല, സീരിയസ്ലി. ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ട് അലേർട്ട് വരും. ഞങ്ങളെല്ലാവരും സേഫായിട്ട് ഇവിടെ ഇരിക്കും. ആക്ച്വലി അതൊക്കെ എന്താ പറയുന്നത്, ഒരു രീതിയിൽ ഞങ്ങളുടെ ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം വീട്ടിൽ ഗ്രോസറി തീർന്ന ഞാൻ തന്നെയാണ് തന്നെ പോയി ഷോപ്പിൽ പോയി ഗ്രോസറി വാങ്ങിച്ച് വീട്ടിൽ വരികയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ പറയുന്ന പോലെ പേടിച്ച് വരേണ്ടൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നത്. അവരൊക്കെ അങ്ങ് എൻജോയ് ചെയ്യുകയാണ്. കാരണം ഇപ്പം കിട്ടിയ ഫ്രീ ടൈം, ഇപ്പം സ്കൂളിലും പോകണ്ടല്ലോ, അന്നേരം അവർ മാക്സിമം കുട്ടികളെല്ലാം എൻജോയ് ചെയ്ത് അവർക്കൊന്നും ഇതൊരു പ്രശ്നമേ അല്ല. ആക്ച്വലി നിങ്ങൾ പറയുന്ന ആ ഒരു രീതിയിലുള്ള ലൈഫേ അല്ല, സിറ്റുവേഷനേ അല്ല ഇവിടെ. മേ ബി ചിലയിടത്തുണ്ടാവാം, പക്ഷേ ഖത്തറിൽ വി ആർ ഓൾ സേഫ് ഹിയർ. ഞങ്ങളെ അത്രയും പൊന്നുപോലെയാണ് ഗവൺമെൻറ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കാണുന്ന അമ്മമാരും, അതായത് ഇങ്ങനെ പല പ്രശ്നങ്ങൾ നിറഞ്ഞ ന്യൂസസൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പം ടെൻഷൻ അടിക്കുന്ന അമ്മമാരും അതുപോലെ തന്നെ ഫ്രണ്ട്സും എല്ലാവരും എൻ്റെ ഈ ഒരു വീഡിയോ കാണുക. ഇവിടെ ഒരു പ്രശ്നമില്ല, ഞങ്ങളെല്ലാം സേഫായിട്ടാണ് ഇരിക്കുന്നത്. അന്നേരം ഈ ന്യൂസസൊക്കെ കണ്ടിട്ട് വീട്ടിൽ നിന്നൊക്കെ രാവിലെ വിളിച്ചിട്ട് അയ്യോ ഇങ്ങ് വാ അവിടെ നിൽക്കണ്ട, നമുക്കിവിടെ അങ്ങനെയൊന്നും, അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ നെഗറ്റീവ് വരുന്നത്. എന്തിനിങ്ങനെ, അതായത് ഞാൻ പറയാം, ദൈവത്തെ ഓർത്ത് അവിടുത്തെ ചാനലൊന്നും കാണാതിരിക്കുക. ഇവിടെ ആണെങ്കിലും നമുക്കിവിടെ അൽ ജസീറയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള അപ് ടു ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അല്ലാതെ ഈ പറയുന്ന ലോക്കൽ ചാനൽസിൽ ന്യൂസസും കാര്യങ്ങളും കണ്ടിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് സേഫാണ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഒരു പ്രോബ്ലവും ഇല്ല, ഒന്നിനും ഒരു പ്രോബ്ലവും ഇതുവരെയില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം. ഒരുപാട് പേര് ചില ന്യൂസസ് കണ്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. അവർക്ക് ഇത് റിയലായിട്ടുള്ള കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. ബിക്കോസ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ നിന്നാണ്, ഖത്തറിൽ നിന്നാണ്. അതായത് ദെയർ ഈസ് നോ പ്രോബ്ലം. ഓക്കെ, ഞങ്ങളെല്ലാവരും സേഫാണ് ഇവിടെ. ഓക്കെ, ബൈ.